നാദം, തനിമയുടെ രാഗം, കനവിലൊരു നാളം. പ്രകാശനായ പ്രകാശിക മലങ്കരദർശൻ. ദൈവജനമേ ഭയമെന്തിനിഹേ, ദൈവകരങ്ങൾ നമ്മെ താങ്ങിടുമ്പോൾ, ദുരിതമെല്ലാം താൻ അറിഞ്ഞിടുമ്പോൾ, ദയ നിറഞ്ഞോൻ കൃപ ചൊരിഞ്ഞിടുമേ. ദുരിതമെല്ലാം താൻ അറിഞ്ഞിടുമ്പോൾ, ദയ നിറഞ്ഞോൻ കൃപ ചൊരിഞ്ഞിടുമേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നല്ല നാടൻ കേൾക്കയില്ലേ. കഷ്ടം ലോകെ നമുക്കുള്ളതല്ലേ, നഷ്ടം നാടൻ നീക്കിട്ടന്നിടില്ലേ. സൃഷ്ടിതാവിൽ വിശ്വസിച്ചിടുകിൽ, ഇഷ്ടം താടൻ നമ്മിൽ വെച്ചിടില്ലേ. സൃഷ്ടിതാവിൽ വിശ്വസിച്ചിടുകിൽ, ഇഷ്ടം താടൻ നമ്മിൽ വെച്ചിടില്ലേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നല്ല നാടൻ കേൾക്കയില്ലേ. തകർച്ചയിലും തളർച്ചകളതിലും കഴുകിടുവാൻ തിരുവചനമില്ലേ. താമസകറ്റാൻ അതിൻ വെളിച്ചമില്ലേ. തിരുസവിധം നമുക്കുള്ളതല്ലേ. താമസകറ്റാൻ അതിൻ വെളിച്ചമില്ലേ. തിരുസവിധം നമുക്കുള്ളതല്ലേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നാം ഹൃദയെ കരഞ്ഞിടുക, നല്ല നാടൻ കേൾക്കയില്ലേ. നല്ല നാടൻ കേൾക്കയില്ലേ. ത്രിയേക ദൈവത്തിന് സ്തുതി. പ്രിയ സ്നേഹിതരെ, എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം. കോവിഡാനന്തര ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്ന കാലയളവിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. മനുഷ്യരാശിയെ വളരെയധികമായി വിഷമതകൾ അനുഭവിപ്പാൻ ഇടയാക്കിയ 2 വർഷങ്ങൾ പിന്നിട്ടതായിട്ടുള്ള ഈ അവസരം കോവിഡ് വൈറസ് മനുഷ്യനെ ഭീതിപ്പെടുത്തുകയും
ആശങ്ക ഉളവാക്കുകയും ചിലർ മരണം വരിക്കുകയും ചിലർ പ്രിയപ്പെട്ടവരുടെ ദേഹയോഗത്തിൽ ദുഃഖിതരായി തീരുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അതേ അവസരത്തിൽ തന്നെ മനുഷ്യ ജീവിതത്തിലുണ്ടായ പരിമിതികളുടെ മധ്യത്തിൽ അപരിമേയനായ ദൈവം ഇന്നും ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു എന്ന സത്യം ഗ്രഹിപ്പാൻ മനുഷ്യനെ സാധ്യമായിട്ട് തീരുകയും ചെയ്തിട്ടുണ്ട്. പുതിയ പുതിയ വാതായനങ്ങൾ തുറക്കപ്പെടുകയും പുതിയ സാധ്യതകളെക്കുറിച്ച് മനുഷ്യൻ അവബോധമുള്ളവനായിട്ട് തീരുകയും പുതിയ ജീവിത സാഹചര്യങ്ങൾ സൃഷ്ടിച്ച് ജീവിതത്തെ മെച്ചപ്പെടുത്തുവാനായി മനുഷ്യൻ പരിശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായി ഇത് ഇപ്പോൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. മനുഷ്യ സമൂഹത്തെക്കുറിച്ച് നാം ചിന്തിക്കുന്ന സാഹചര്യത്തിൽ തന്നെ വിഭിന്ന അഭിരുചികൾ ഉള്ളവരും വിഭിന്ന സാധ്യതകൾ ഉള്ളവരും ജീവിതത്തിൻ്റെ പരിമിതികൾ കൂടെ കടന്നു പോകുന്നു എന്ന് നാം വിശേഷിപ്പിക്കുന്നവരുമായ ആളുകൾ നമ്മളുടെ മധ്യയുണ്ട്. സകല സൃഷ്ടിയെയും ഒന്നായി കാണുക എന്നുള്ളൊരു വലിയ പാഠം കോവിഡിൻ്റെ ഈ കാലഘട്ടത്തിൽ പഠിക്കുവാൻ നമുക്കിടയായിട്ട് തീർന്നിട്ടുണ്ട്. വേണ്ടാത്ത ആരുമില്ല എന്നതും ദൈവം സൃഷ്ടിച്ച ഉന്മയിലേക്ക് വരുത്തിയ എല്ലാ സൃഷ്ടിയിലും ദൈവത്തിൻ്റെ കൈവപ്പുണ്ട് എന്നതും ഒക്കെ മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മനുഷ്യ സമൂഹം തന്നെ സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നതിനും ആദരിക്കുന്നതിനും ഇടയാകണം. ഇതര സൃഷ്ടികളെ സ്നേഹിക്കുന്നതിനിടയാവണം. നാം ജീവിക്കുന്ന ഭൂമിയെ പോലും നമുക്ക് വേണ്ടിയതാണ് എന്ന ബോധ്യമുണ്ടാവണം. പർവ്വജാതികളും മത്സ്യങ്ങളുമെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ്റെ കോണം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ മണ്ണിലും കല്ലിലും പർവ്വജാതിയിലും മത്സ്യങ്ങളിലും ഇഴജാതികളിലും സമസൃഷ്ടങ്ങളിലും പ്രകൃതിയിലും എല്ലാം നാം കാണുന്ന ദൈവത്തിൻ്റെ കയ്യൊപ്പിനെ ശരിയായവിധം മനസ്സിലാക്കുവാൻ്റെ കോണം നമ്മളുടെ ബോധത്തിൻ്റെ കണ്ണുകൾ തുറക്കപ്പെടേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നാം ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത്. മനുഷ്യ സമൂഹത്തിൽ തന്നെ ഭിന്ന ശേഷിയുള്ള ആളുകൾ, ഭിന്ന അഭിരുചികളുള്ള ആളുകൾ, അപ്രകാരം വൈവിധ്യമാർന്ന ജീവിതവും ജീവിത രീതികളും അനുഭവിക്കുന്നതായിട്ടുള്ള ഒരു മനുഷ്യ സമൂഹത്തെയാണ് നാം ഉൾപ്പെടുന്ന സമൂഹമായിട്ട് നമുക്ക് കാണാൻ ഇടയായിട്ട് തീരുന്നത്. ഒരു കാലത്ത് ഹാൻഡിക്യാപ്ഡ് എന്ന് വിളിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ആളുകളെ അവർ ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ജീവിത സാഹചര്യങ്ങളിലേക്ക് മാനവരാശി ഉയർന്നിട്ടുണ്ട്. എന്നിലും നിങ്ങളിലും ഉള്ള കഴിവുകളെക്കാളൊക്കെ അപ്പുറത്തായി വിഭിന്നങ്ങളായിട്ടുള്ള കഴിവുകളുള്ള സമൂഹം എല്ലാം കൂടെ ഒത്തുചേരുന്ന മാനവ സമൂഹമാണ് മനുഷ്യരാശി എന്ന് വിളിക്കുവാൻ നമുക്കിടയാവുന്നത്. അതിലാണ് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഉണ്മയും തനിമയും അതിൻ്റെ വൈശിഷ്ട്യമാർന്ന ജീവിത സാഹചര്യങ്ങളെയും എല്ലാം മനസ്സിലാക്കുന്നതിനായിട്ടും അനുഭവിക്കുന്നതിനായിട്ടും ഒക്കെ നമുക്ക് ഇടയായിട്ട് തീരുന്നത്. ക്രൈസ്തവ സഭ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ നൽകിയതായിട്ടുള്ള ജീവിതത്തിൻ്റെ മനുഷ്യർ സഞ്ചരിച്ചിട്ടില്ലാത്ത പാതകളെ ചൂണ്ടിക്കാണിച്ച സാഹചര്യങ്ങളെ പിന്തുടരുവാൻ തക്കവണ്ണം ഇന്ന് താല്പര്യപ്പെടുകയും അതിൻ്റെ മുന്നോടിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു കാലത്ത് കുഷ്ഠരോഗം വന്നതായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റുക എന്നതായിരുന്നു മനുഷ്യനെ താല്പര്യപ്പെട്ടിരുന്നത് എങ്കിൽ ഒരു കുഷ്ഠരോഗിയെ ആശ്ലേഷിക്കുവാൻ തക്കവണ്ണം അവനെ സ്പർശിക്കുവാൻ തക്കവണ്ണം തുടർന്ന് അവനെ സൗഖ്യം നൽകുവാൻ തക്കവണ്ണം അവനെ സമൂഹത്തിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ തക്കവണ്ണം അവനും സമൂഹത്തിലും ഈ കാലഘട്ടത്തിലും ജീവിക്കുവാൻ അവകാശമുണ്ട് എന്നത് വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം എല്ലാം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ
പരിശ്രമിച്ചിരുന്നു, ആ സത്യത്തെ വെളിവാക്കുകയും ചെയ്തിരുന്നു. ഇന്നും രോഗികളായിട്ടുള്ളവർ, രോഗത്തിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തിയിട്ടില്ലാത്ത രോഗങ്ങൾക്ക് അടിമപ്പെടുന്നതായിട്ടുള്ള ആളുകൾ, എല്ലാവരെയും കരുതുവാനായിട്ടും ശുശ്രൂഷിപ്പാനായിട്ടും ജീവനിലേക്കും സമൃദ്ധിയായിട്ടുള്ള ജീവനിലേക്കും നയിക്കുവാനായിട്ടുമുള്ള ഉത്തരവാദിത്വം എല്ലാ മനുഷ്യനും ഉണ്ട്. അത് ഈ കാലഘട്ടം നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു പാഠവും കൂടിയാണ്. കൊറോണ വൈറസ് മനുഷ്യ സമൂഹത്തെ ബാധിച്ച അവസരത്തിൽ അതിനുള്ള പ്രതിവിധികൾ ഉടനെ തന്നെ നമുക്ക് നൽകുവാനായിട്ട് കഴിയുന്നില്ല എന്ന സാഹചര്യം ഉണ്ടായപ്പോഴും ആരും മരിക്കുന്നതിനിടയാവരുത് എന്നുള്ള ചിന്തയിൽ മരണത്തിലേക്ക് വീണുകൊണ്ടിരുന്ന മനുഷ്യരെ താങ്ങിയെടുത്ത് ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണം ഫ്രണ്ട് ലൈൻ സ്റ്റാഫ് അംഗങ്ങൾ ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ളത് ഇന്ന് നമ്മുടെ മുമ്പാകെ നാം കാണുന്നതായിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. തങ്ങളുടെ ജീവനെ തൃണവൽക്കരിച്ചും മറ്റുള്ളവരുടെ ജീവനെ ആദരിച്ചും ദൈവം നൽകിയിട്ടുള്ള കഴിവുകൾ മറ്റുള്ളവർ നന്മയ്ക്കായിട്ട് വിനിയോഗിക്കണം എന്ന ചിന്തയോടുകൂടി തങ്ങളാലാവുന്ന ശുശ്രൂഷകൾ രാത്രിയും പകലും ഏതു നേരത്തും ഏത് ആവശ്യങ്ങൾ അഭിമുഖീകരിക്കുന്നതായിട്ടുള്ള മനുഷ്യനും നൽകി കൊടുക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടതായിട്ടുള്ള ആളുകൾ ഇന്ന് നമ്മളുടെ മധ്യത്തിൽ ജീവിക്കുന്നുണ്ട്. മുടന്തരായിട്ടുള്ള മനുഷ്യർ അവർക്ക് മുടന്തുണ്ട് എന്ന് പറഞ്ഞ് സമൂഹത്തിൽ നിന്നും ഭവനത്തിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നും അകറ്റുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതായുള്ള കാലഘട്ടത്തിൽ അവർക്കും സാധ്യതകളുണ്ട് എന്ന് വെളിവാക്കി കൊടുക്കുന്ന അനേക തുറകൾ, ജീവിതത്തിൻ്റേതായ തുറകൾ വെളിപ്പെടുത്തി കൊടുക്കുവാൻ തക്കവണ്ണം കാലഘട്ടത്തിലൂടെ മനുഷ്യനെ സാധ്യമായിട്ട് തോന്നിയിട്ടുണ്ട്. ഒളിമ്പിക്സിനെ കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാലഘട്ടത്തിൽ തന്നെ പാരാളിമ്പിക്സിലൂടെ സ്വർണ്ണ മെഡലുകൾ ഏറെ നേടിയതായിട്ടുള്ള ആളുകളെ കാണുന്നതിന് ഈ കാലഘട്ടത്തിലും നമുക്കിടയായിട്ട് തോന്നുന്നു. ജപ്പാനിൽ വെച്ച് നടന്നതായിട്ടുള്ള മത്സരങ്ങൾ അതാകുന്നുവല്ലോ ലോകത്തിന് വെളിവാക്കിയത്. ഭാരതത്തിൻ്റെ മക്കളെയും കണ്ണുകൾ തുറപ്പിക്കുവാൻ തക്കവണ്ണം ഭിന്നശേഷിയുള്ള ആളുകൾ അവരവരുടേതായിട്ടുള്ള ശേഷികൾ വെളിപ്പെടുത്തുകയും മികച്ച സമ്മാനങ്ങൾ വാരിക്കൂട്ടുവാൻ തക്കവണ്ണം രാഷ്ട്രത്തിന് അഭിമാനം നൽകുവാൻ തക്കവണ്ണം നാം എല്ലാവരും സന്തോഷിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നതായുള്ള യാഥാർത്ഥ്യം വളരെ അടുത്ത സമയത്ത് നാം മനസ്സിലാക്കിയ ഒന്നാകുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭ ബധിരരും മൂകരുമായിട്ടുള്ള ആളുകളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് അപ്രകാരം ഏറെ കുഞ്ഞുങ്ങൾ ഉള്ളതായിട്ടുള്ള കാസർഗോഡ് ഏരിയയിൽ ചേർക്കളയിൽ അവരെ താമസിപ്പിച്ച് പഠിപ്പിക്കുന്നതിനായിട്ടുള്ളൊരു സ്ഥാപനം ആരംഭിക്കുകയും ഇന്ന് ആ സ്ഥാപനത്തിലൂടെ പഠിച്ച് വളർന്നതായിട്ടുള്ള കുഞ്ഞുങ്ങൾ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ പല സ്ഥലങ്ങളിൽ ജീവിപ്പാനായിട്ടും പ്രവർത്തിപ്പാനായിട്ടും ഇടയായി തീരുന്ന വഴി വെട്ടി തുറക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. സ്കൂൾ വിദ്യാഭ്യാസമെങ്കിലും കൊടുക്കണം എന്ന് താല്പര്യപ്പെട്ട് ആൺകുട്ടികൾക്കായിട്ടും പെൺകുട്ടികൾക്കായിട്ടും ഹോസ്റ്റലുകൾ നിർമ്മിച്ച് അവരെ പഠിപ്പിക്കുവാനായിട്ടുള്ള ആളുകളെ പരിശീലിപ്പിച്ച് ആരംഭിച്ചതായിട്ടുള്ള ആ വിദ്യാഭ്യാസ രംഗം ഇന്ന് കോളേജ് പഠനത്തിനായി അപ്രകാരമുള്ള ആളുകൾക്ക് സാധ്യതകൾ നൽകുന്നു എന്നത് മാത്രമല്ല, അവരുടെ ഇടയിൽ പഠിപ്പിക്കുന്നതായിട്ടുള്ള ആളുകളെ പരിശീലിപ്പിക്കുന്നതായിട്ടുള്ള ഒരു സംരംഭം പോലും സമൂഹത്തിൻ്റെ മധ്യത്തിൽ വെട്ടിത്തുറക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. ബധിരർ എന്ന് പറയുന്ന ആളുകൾക്ക് കേൾക്കുവാനായിട്ടും സംസാരശേഷിയില്ലാത്ത ആളുകൾ അവരുടെ ശബ്ദം പുറം ലോകം കേൾക്കുന്നതിനും അറിയുന്നതിനായിട്ടും ഒക്കെ ഇടയായിത്തീരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുവാൻ ഇടയായി തീർന്നു എന്നതത്രേ ഇപ്പോൾ ഞാൻ പറഞ്ഞതിലൂടെ അർത്ഥമാകുന്നത്. പത്തനാപുരത്തെ വിടവുകൾ ആരംഭിച്ചതായിട്ടുള്ള ആശാഭവനിലൂടെ അംഗവൈകല്യമുള്ള കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ ഉയർന്നു വരുവാനായിട്ടും പഠിക്കുന്നതിനായിട്ടും ഡിഗ്രികൾ സമ്പാദിക്കുന്നതിനായിട്ടും ജോലി ചെയ്യുന്നതിനായിട്ടും ഉന്നതമായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കുന്നതിനായിട്ടും കഴിയും എന്നത് ചരിത്രത്തിൻ്റെ മധ്യത്തിൽ സാക്ഷ്യം വഹിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറിയിട്ടുണ്ട്. രണ്ട് കൈകളും ഇല്ലാത്തതായിട്ടുള്ള ഒരു കുട്ടി ആ പത്തനാപുരത്തുള്ള ആശാഭവനിൽ വന്ന് താമസിച്ചതിലൂടെ തൻ്റെ കാലുകൾ കൊണ്ട് എഴുതുകയും നല്ലതായിട്ട് പടം വരയ്ക്കുകയും ആർട്സ് കോളേജിൽ ചേർന്ന് പഠിക്കുന്നതിനായിട്ട് സാധ്യമായിട്ട് തീരുകയും
ഡിഗ്രികൾ സമ്പാദിച്ചു എന്ന് മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഇനീഷ്യേറ്റീവിൽ തന്നെ നല്ല ജോലിയും നല്ല ശമ്പളവും ഒക്കെ കിട്ടുന്ന ഒരു രംഗത്തേക്ക് വളർന്നു വരുവാൻ്റെ കോണം ഇടയായിട്ട് തീരുകയും ചെയ്തു. നമ്മൾ മന്ദബുദ്ധികൾ എന്നെ വിളിക്കുന്നതായിട്ടുള്ള ആളുകൾ അവരും ഡിഫറൻ്റ്ലി ഏബിൾഡാണ്. അവരുടെ കഴിവുകൾ, പ്രാപ്തികൾ പുറം ലോകം കാണുവാൻ്റെ കോണം അവരുള്ള സാധ്യതകളെ ഇരുട്ടിലേക്ക് തള്ളി നീക്കുന്നതിന് പകരമായി വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാൻ്റെ കോണം ഇടയായി തീരേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാപനമാണ് തെള്ളിയൂരിലുള്ള MCRDയിലൂടെ നമുക്ക് കാണാനായിട്ടിടയാവുന്നത്. മാവേലിക്കരയുള്ള ഭവനിലും കുട്ടികളെ പഠിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ ചരിത്രത്തിൻ്റെ മധ്യത്തിൽ നാം നിറവേറ്റുന്നതായുള്ള സാക്ഷ്യവും അപ്രകാരമുള്ള ഒന്നാണ്. നാം ഓരോരുത്തരും മറ്റുള്ളവർക്ക് താങ്ങും തണലുമായിട്ട് തീരണം എന്നുള്ള ഒരു വലിയ പാഠമാണ് ഇതെല്ലാം തന്നെ നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കും ആർക്കും ഒറ്റയ്ക്ക് ഈ ലോകത്തിൽ ജീവിക്കുന്നതിനായിട്ട് കഴിയുകയില്ല. ഒഴിഞ്ഞു മാറുകയും ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുക, അങ്ങനെ സ്വയപര്യാപ്തത നേടുവാൻ കഴിയും എന്ന് മനുഷ്യൻ വിചാരിക്കുന്നതെല്ലാം അത് വളരെ തെറ്റായിട്ടുള്ള ഒരു ബോധമാണ് എന്നത് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും മറ്റുള്ളവരുടെ ജീവിതവും കൂടി ആവശ്യമായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ മധ്യത്തിലാണ് ഒരാളുടെ ആളത്വം വെളിപ്പെടുന്നതും വികസിക്കുന്നതും. അങ്ങനെ വികസിപ്പിച്ചെടുക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചു നൽകുക എന്നതാണ് സഭയുടെ ദൗത്യം, സമൂഹത്തിൻ്റേതായിട്ടുള്ള ധർമ്മം. ഇത് നൽകി കൊടുക്കുവാൻ്റെ കോണം ഇടയായി തീരേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് എന്നത് ഓർക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയായിട്ട് തീരട്ടെ. സമഗ്ര സൃഷ്ടിയിലും ദൈവ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഇടയായിട്ട് തീരുന്നതോടൊപ്പം തന്നെ അന്യോന്യം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത് നാം എല്ലാവരും ഒരുമിച്ച് ജീവിക്കേണ്ടവരാകുന്നു എന്നുള്ള ഉത്തമ ബോധ്യത്തോടുകൂടി, ഐക്യത്തോടുകൂടി, ഒരുമയോടുകൂടി ജീവിക്കുവാൻ്റെ കോണം ഈ കാലഘട്ടത്തിൽ നമുക്ക് സാധ്യമായിട്ട് തീരണം. ആദിയായിട്ടുള്ള പാഠങ്ങൾ ആണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വിഭിന്ന ശേഷിയുള്ള ആളുകളിലൂടെ പഠിക്കുവാൻ്റെ കോണം ഇടയായി തീർന്നിട്ടുള്ളത്. കോവിഡ് പാൻഡമിക്കിൻ്റെ ഈ കാലഘട്ടം നമ്മെ ഓർമ്മിപ്പിക്കുന്നതായിട്ടുള്ള വസ്തുതയും അതുതന്നെയാണ്. നാം ആരും ഒറ്റപ്പെടുത്തി തനിയെ ഈ ലോകത്തിൽ ജീവിക്കേണ്ടതായിട്ടുള്ള ആളുകളല്ല. പിന്നെ അന്യോന്യം ബന്ധപ്പെട്ട്, അന്യോന്യം താങ്ങും തണലുമായി കാണപ്പെട്ട്, സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും ശുശ്രൂഷ നൽകി ദൈവരാജ്യം വരയണമേ എന്നുള്ള പ്രാർത്ഥന അന്വർത്ഥമാക്കി തീർക്കുവാൻ ദൈവം നമ്മെ ആക്കിയിരിക്കുന്നു. ആ നിയോഗം നമുക്ക് ലഭിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കി മാതൃകാപരമായി ജീവിപ്പാനായിട്ടും ഈ കാലഘട്ടത്തെ മാത്രമല്ല വരും കാലഘട്ടത്തെയും ഏറെ അനുഗ്രഹീതമായുള്ള പാതയിൽ മുന്നോട്ട് നയിക്കുന്നതിനായിട്ടും ദൈവം സംഗതിയാക്കട്ടെ എന്നത് പ്രാർത്ഥിക്കുന്നു. ദൈവം നൽകുന്നതെല്ലാം നല്ലതിനായിട്ട് നൽകുന്നതാണ്. ദൈവം നൽകിയിട്ടുള്ളതെല്ലാം നന്മയ്ക്കായിട്ട് തീരുന്നതാണ്. ആ നന്മയെ കാണുവാൻ്റെ കോണം നല്ല ഹൃദയം നമുക്കെല്ലാവർക്കും ഉണ്ടാവുകയും ചെയ്യട്ടെ. On the night you were betrayed, you took the bread. After giving thanks, you broke it and said, "This is my body, broken for you. And as you eat it, remember me. This is my body, broken for you, and as you eat it, remember me." On the night you were betrayed, you held the cup. After giving thanks, you lifted it up. This is my blood poured out for you. And as you drink it, remember me. This is my blood
we thank you for the wine and for the bread. For we see the life you gave, the blood you shed, and we remember your wondrous love. You gave your body, you shed your blood, and we remember your wondrous love. You gave your body, you shed your blood. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? രൂപി യേശുനാഥൻ നിന്നെ വിളിക്കുന്നില്ലേ? പോകല്ലേ നീ അന്ധനായി ലോക സൗഭാഗ്യം തേടി. പൊന്നിൻ ചിറകു നിനക്കുമീതേ കർത്തൻ വിരിച്ചതു കാണുന്നില്ലേ? സൂര്യനിൻ താപമോ ഘോരമാരിയോ നിന്നെ അലട്ടായൻ പൊന്മകനേ? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വൈഷമ്യമാം മേടുകളിൽ എങ്ങനെ നീ കടക്കും? എങ്ങനെ നീ യോർദാനിൻ്റെ അക്കരെ ചെന്നു ചേരും? നിൻ തോണിയിൽ കർത്തനേശുണ്ടോ? നിന്നാവിൽ പ്രാർത്ഥന ഗാനമുണ്ടോ? പുത്തൻ ഗാനാലാപം പാടി സ്തുതിക്കുവാൻ ഹൃത്തിയുടെ സ്വർഗീയ ശാന്തിയുണ്ടോ? ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിൽ
മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? വിശ്വാസത്തിൻ തോണി തന്നിൽ പോകുന്ന യാത്രക്കാരാ, പാറക്കെട്ടിൽ തട്ടാതെ നീ അക്കരെ ചെന്നിടുമോ? ഓളങ്ങളേറുന്ന സാഗരത്തിൽ ജീവിതത്തോണി അലഞ്ഞാടുമ്പോൾ ആരുണ്ടു കൈത്താങ്ങായി, ആരു സഹായിക്കും? കപ്പിത്താനേശു അല്ലാതെ നിന്നെ. ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുൻപിൽ